സഭയിൽ പിന്നീട് സംസാരിച്ചത് ദ്രുപദ രാജാവാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സാത്യകി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുക. ദുര്യോധനൻ സന്തോഷത്തോടെ പാണ്ഡവർക്ക് രാജ്യം കൊടുക്കില്ല എന്നത് തീർച്ചയാണ്. പുത്രനെ അളവറ്റു സ്നേഹിക്കുന്ന ധൃതരാഷ്ട്രരും ദുര്യോധനന്റെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ. ദുര്യോധനൻ ആരുടെ വാക്കുകളും കേൾക്കുവാനോ അനുസരിക്കുവാനോ പോകുന്നില്ല. അതുകൊണ്ട് നാം യുദ്ധത്തിന് ഒരുങ്ങുകയാണ് വേണ്ടത്. ദുര്യോധനൻ രാജാക്കന്മാരെയൊക്കെ സമീപിക്കുന്നതിന് മുൻപ് നാം സമീപിക്കണം. ആദ്യം സമീപിക്കുന്നവരുടെ ഭാഗത്താണ് രാജാക്കന്മാർ നിൽക്കുകയുള്ളൂ. ദ്രുപദ രാജാവ് ഇപ്രകാരം പറഞ്ഞു നിർത്തി. ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു: അങ്ങ് പറഞ്ഞത് ഏറ്റവും ശരിയായ കാര്യമാണ്. ദീർഘദൃഷ്ടിയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്ന് എനിക്കിപ്പോൾ തന്നെ അറിയാം. ഞങ്ങളെല്ലാം ഉത്തരയുടെയും അഭിമന്യുവിൻ്റെയും വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതാണ്. വിവാഹം കഴിഞ്ഞ് ഞങ്ങളെല്ലാം സ്വഭവനങ്ങളിലേക്ക് മടങ്ങുന്നു. ഭാവി കാര്യങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിക്കുക.